ആയിരിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 15-ാം തിരുവചനം. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഈ വചനം ഇന്നത്തെ കുർബാനയിലെ സുവിശേഷത്തിലെ ആദ്യ വചനമാണ്. ഈ വചനം അച്ഛനെ എത്തിക്കുന്നത് ആദ്യം തന്നെ ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. മനുഷ്യൻ ആദ്യമായി തെറ്റ് ചെയ്യാനിടയായപ്പോൾ ആ തെറ്റിനെ കുറിച്ച് അവനെ അവബോധമുള്ളവനാക്കാനായിട്ട് ദൈവം അവന്റെ പക്കലേക്ക് ചെല്ലുകയാണ്. ദൈവത്തിന്റെ നേരെ നോക്കാനായിട്ട് ഭയപ്പെട്ടിരുന്ന, ഒളിച്ചിരിക്കുന്ന അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കാതുകളിൽ ഒരു വിധത്തിൽ മന്ത്രിക്കുകയാണ്. ചോദ്യം ചോദിക്കുകയാണ്, നീ എവിടെയാണ് ആദം, നീ എവിടെയാണ്? ഹവ്വ അപ്പോഴടുത്തുണ്ടായിരുന്നുവെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് ഹവ്വായോട് ചോദിക്കുന്നുണ്ട് വളരെ വ്യക്തിപരമായിട്ട് തന്നെ, നീ എന്താണ് ചെയ്തത്? ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നാം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ 4-ാം അധ്യായത്തില് ഇതേ രീതിയിൽ തന്നെ കായന്റെ അടുത്ത് ചെന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. നിന്റെ മുഖം കറുത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാ? നിന്റെ സഹോദരൻ എവിടെയാ? ഇതൊക്കെ പറയുമ്പോൾ വളരെ വ്യക്തിപരമായിട്ട് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് മനുഷ്യന്റെ പോരായ്മകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനുള്ള വെളിച്ചം നൽകി, കൃപ നൽകി അവനെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ദൈവം. ഇത് വിശുദ്ധ ഗ്രന്ഥത്തില് ഉടനീളം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ സംസാരിക്കുന്ന, മനുഷ്യനോട് ബന്ധപ്പെടുന്ന, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ ഒരു തെറ്റ് ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. പൗലോസ്ലീഹ 1 കൊരിന്തോസ് 3:16 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഈ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. പരിശുദ്ധാത്മാവിനെ എടുത്തു കളഞ്ഞാല് നമ്മുടെ തെറ്റുകള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. നാം ആ ഇരുട്ടില് എന്നും സഞ്ചരിക്കാനായിട്ടിടയാണ്. യോഹന്നാൻ ശ്ലീഹ പറയുന്ന കാര്യം കൂടി അച്ഛനോട് ചേർത്ത് ഓർക്കുകയാണ്. സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. ഇരുട്ടിലായിരിക്കുന്നവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതിരുന്നാൽ നമുക്കറിയാം പല പോരായ്മകളും അതിന്റെ തുടർച്ചയായിട്ടുണ്ടാകും, പല അപകടങ്ങളും ഉണ്ടാകും. അതിൽ നിന്നൊക്കെ സൗഖ്യം പ്രാപിക്കുക എന്നുള്ളത് കൂടുതൽ ക്ലേശകരമാണ്. അപ്പോൾ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലായിരിക്കും എന്ന് പറയുമ്പോൾ അതിനാൽ തന്നെ ദൈവിക വെളിച്ചം അവന് ലഭിക്കാതിരിക്കുമ്പോൾ അവന്റെ തെറ്റുപോലും അവന് മനസ്സിലാകാതെ വരും. അത്തരത്തിലുള്ള ആ പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെടുന്ന രീതിയാണ് ഈ വചനത്തിലെ ആദ്യ കാര്യം. രണ്ടാമത്, നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരുടെ തെറ്റുകളും പോരായ്മകളും ഒക്കെ നാം മനസ്സിലാക്കുക എന്നത് സ്വാഭാവികമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കറിയാം. എന്നാൽ മറ്റൊരാളുടെ തെറ്റിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. വിഷമമുള്ളത് അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരുടെ രക്ഷയെ കരുതിയുള്ള നമ്മുടെ താല്പര്യം എന്നതിൽ ഉപരിയായിട്ട് നമ്മുടെ തന്നെ സ്വാർത്ഥ സ്നേഹം കൊണ്ടാണ് നാം ആ പോരായ്മ, തെറ്റ് മനസ്സിലാക്കി കൊടുത്താൽ നമ്മോടുള്ള സൗഹൃദം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുത്താൻ നമുക്ക് ആഗ്രഹമില്ല. അത്തരത്തിലുള്ള സ്വാർത്ഥ സ്നേഹം നമ്മെ ഭരിക്കുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും അതിന് മടിക്കുന്നത്. എന്നാൽ ഒരമ്മ
ഒരമ്മയ്ക്ക് അത് അത്തരത്തിലുള്ള സ്വാർത്ഥ സ്നേഹങ്ങളെ ഭരിക്കാത്തത് കൊണ്ട് അവള് മക്കളുടെ ഏറ്റവും ചെറിയ പോരായ്മ പോലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്നും ശ്രദ്ധിക്കും, കുഞ്ഞുനാള് മുതലേ എന്നും. അതുകൊണ്ട് തന്നെ പല അമ്മമാരും മക്കളുടെ അപ്രീതിക്ക് അനിഷ്ടത്തിനൊക്കെ കാരണമാകാറുണ്ട്. പല മക്കൾക്കും അമ്മമാരോട് ഈ പറഞ്ഞൊരു കാര്യത്തിന്റെ പേരിൽ വിഷമമാണ്. ചിലർക്കുന്ന ഒരു കൊച്ചുകുട്ടി, അവളോട് ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം? കൊച്ച് പറഞ്ഞു, എൻ്റെ പപ്പയോടാണ്. അതെന്താ, അമ്മയോട് ഇഷ്ടമില്ലേ? അമ്മയോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പിന്നെ എന്താണ് ഈ മമ്മേനെ ഏത് നേരവും വഴക്ക് പറയ വെച്ചാ, അതിനെ അടിച്ചു വെച്ചാ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു യാത്രക്കിടയിലാണ്, കാറിലിരുന്ന് യാത്രയാണ്. അപ്പോഴാണ് അല്പം ദൈവവചനമൊക്കെ അറിയാവുന്ന കുട്ടിയാണ് അവൾ. അവളോട് ഞാൻ ചോദിച്ചു, മോളെ പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മകനെ സ്നേഹിക്കുന്ന പിതാവ് അവനെ പലപ്പോഴും അടിക്കുന്നു. അപ്പോൾ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? മമ്മിയാണോ പപ്പയാണോ? അവളോട് അങ്ങനെയാണെങ്കിൽ മമ്മിയാണ്. ഒരമ്മയ്ക്ക് മകന്റെ അല്ലെങ്കിൽ മകളുടെ പോരായ്മ കണ്ടിട്ട് അത് പറയാതിരിക്കാനാവില്ല. കാരണം ആ കുഞ്ഞിന്റെ രക്ഷ എന്നുള്ളത് ഒരമ്മയുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ വികാരമാണ്. ഒരമ്മ മകനെ അല്ലെങ്കിൽ മകളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന തലം ഒരു പടി കൂടി കടന്നാണല്ലോ കർത്താവ് പറയുന്നത്. അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങൾ മറക്കില്ല. മനുഷ്യാവതാര രഹസ്യത്തിന്റെ കാതൽ ഇതിലാണെന്ന് പറയാം. മനുഷ്യന്റെ അടുത്തു വന്ന് അവന്റെ തെറ്റിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ദൈവം അവന്റെ ഉള്ളിൽ വസിക്കുന്ന ചൈതന്യമായി അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പടി കൂടി കടന്ന് അവന് വേണ്ടി, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന സ്നേഹം. യോഹന്നാൻ 15:13 വായിക്കുന്നത്, സ്നേഹിതന് വേണ്ടി ജീവൻ പോലും ബലി കൊടുക്കുന്നതിലാണ് സ്നേഹം. ഈ രക്ഷാകര രഹസ്യം പൗരോഹിത്യ ജീവിതത്തോട് ബന്ധപ്പെടുത്തി അച്ഛന് ബോധ്യപ്പെടുത്തിയ, കർത്താവ് ബോധ്യപ്പെടുത്തി തന്ന ഒരു നിമിഷത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിട്ട് നിൽക്കുന്നുണ്ട്. അത് 1985 ഇതുപോലത്തെ ഒരു പ്രഭാതത്തിലാണ്. അന്ന് ഊട്ടിയടുത്തുള്ള കോട്ടഗിരിയില് ഒരു സന്യാസ ഭവനത്തില് വരാന്തയിൽ അച്ഛൻ നിൽക്കുമ്പോൾ അവിടെ ഒരു കുർബാന നടക്കുകയാണ്. അപ്പോൾ ആ കുർബാനയുടെ ലേഖന ഭാഗമായപ്പോഴാണ് ആ ചാപ്പലിന്റെ അടുത്തേക്ക് വരാന്തയിലേക്ക് അച്ഛൻ എത്തുക. അപ്പോൾ അന്ന് ആ കുർബാനയിൽ അവിടെ വായിച്ചു കേട്ട ലേഖന വചനം, അത് 85 ഉണ്ടായ കാര്യമാണെങ്കിൽ ഇന്നും അച്ഛൻ്റെ കാതിലത് എത്തി നിൽക്കുന്നുണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നും അച്ഛനെ ഭരിക്കുന്ന ഒരു വികാരമായിട്ട്, പൗരോഹിത്യ ജീവിതത്തിലെ വലിയൊരു ബോധ്യമായിട്ട് ഇന്നും അച്ഛനെ ഭരിക്കുന്നുണ്ട്. ആ വചനം ഇതാണ്, യാക്കോബ് 5:19-20. ഒരുവൻ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും വേറൊരുവൻ അവനെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ പാപത്തിന്റെ വഴിയിൽ നിന്ന് തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുന്നു. ഈ വചനം എന്തുമാത്രം അച്ഛനെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ, അന്നു മുതൽ ഇന്ന് വരെ പാപത്തിന്റെ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ ഏതറ്റം വരെയും പോകാൻ അച്ഛനെ നിർബന്ധിക്കുന്ന ഒരു വചനമായിട്ട് നിൽക്കുകയാണ്. 2-3 ഉദാഹരണങ്ങൾ അച്ഛൻ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, ഒരിക്കൽ ജർമ്മനിയിലായിരിക്കുമ്പോഴും ഒരു സന്യാസിനി തന്റെ ജീവിതത്തിലെ വലിയ ദുഃഖങ്ങളെയും വേദനകളെയും കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ വേദനാനുഭവങ്ങളിൽ നിന്ന് മോചനം കൊടുക്കാൻ വേണ്ടി, പാപമോചനം കൊടുക്കാൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരാളെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക്, വിയന്നയിലേക്ക് യാത്ര ചെയ്തു. ഒരാളെ കുമ്പസാരിപ്പിക്കുക വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. പറ്റുമോ? എന്താ ഇല്ല. ഓക്കെ, അച്ഛൻ്റെ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ കുർബാന എഴുതിച്ചു വെച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല. ഇനി
ഇപ്പോഴും ഓർമ്മിക്കുന്നു, 13 മണിക്കൂർ ഫാസ്റ്റ് ട്രെയിനുള്ള യാത്രയായിരുന്നു. എന്നാൽ അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം കുമ്പളം എന്ന പള്ളിയിൽ അച്ഛനിരിക്കുമ്പോൾ ഒരു മദർ അച്ഛനോട് ഫോൺ ചെയ്ത് ഇങ്ങനെ പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എൻ്റെ മഠത്തിലെ, അത് കോയമ്പത്തൂര് മഠത്തിൽ വെച്ച് മദർ തെരേസ സിസ്റ്റേഴ്സിന് വേണ്ടി നടന്ന ധ്യാനമാണ്, മദർമാരുടെ ധ്യാനമാണ്. ഈ ധ്യാനം കഴിഞ്ഞ് മഠത്തിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ മഠത്തിലൊരു സിസ്റ്ററിനോട് ഞാൻ കുമ്പസാര അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, മദറെ, എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ മദറിനോട് പറഞ്ഞു, മദറെ, അടുത്ത ട്രെയിനിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് പറഞ്ഞത്. കുമ്പളം പള്ളിയിൽ നിന്ന് അവിടെ ഇരുന്നതിന് വേഗം നെറ്റിൽ നോക്കി ട്രെയിനിന്റെ, അടുത്ത ട്രെയിനിന്റെ ടൈം നോക്കിയിട്ട് ആ ട്രെയിനിൽ കയറി പിറ്റേ ദിവസത്തെ കുർബാനയ്ക്കുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ, പള്ളിയിൽ കുർബാനയൊന്നും മുടക്കാറില്ല, ചെയ്തിട്ട് അടുത്ത ട്രെയിനിൽ എറണാകുളത്തെത്തി വേഗം അടുത്ത ട്രെയിനിൽ കയറി രാത്രി 8 മണിയായപ്പോഴേക്കും സ്ഥലത്തെത്തി. സ്ഥലം എവിടെയാണെന്നറിയാമോ? സേലത്താണ്. ആ രാത്രി തന്നെ ഞാൻ ഈ പറഞ്ഞ സിസ്റ്ററിനെ കാണുകയാണ്. ഏറെ നേരം ഇത് സംസാരിച്ചു, പ്രാർത്ഥിച്ചു, പാപമോചനം ഉൾപ്പെടെ നൽകി. ആ സിസ്റ്ററിന്റെ പ്രത്യേകത, 10 വർഷമായിട്ട് നിരന്തര ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ കുർബാന കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ, ഞാൻ അതിനൊന്നും കണ്ടിട്ട് പോലില്ലാത്ത ഒരാളാണ്, ആ സിസ്റ്റർ പറഞ്ഞൊരു വാചകം, വെച്ചാൽ കാലങ്ങളായി ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് ഇന്നലെ രാത്രി സ്വസ്ഥമായിട്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, ഞാൻ 8 മണിക്കൂർ അവിടെ നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്തു, നാളെ 8 മണിക്കൂർ അങ്ങോട്ടും തിരിച്ച് യാത്ര ചെയ്തത്രേ ഉള്ളൂ ഞാൻ കഴിച്ചു കുടിച്ചുകൊണ്ട്. എന്നാൽ മാരക രോഗത്തിന് അടിപ്പെട്ട ഈ സന്യാസിനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ എൻ്റെ ഒരു യാത്ര സഹായകമായെങ്കിൽ, യാത്ര മാത്രമല്ല നമുക്കറിയാം, അതിലുപരി കൗതാശികമായ അനുഭവമാണ്. അത് വെച്ച് നയിക്കുന്ന, നിർബന്ധിക്കുന്ന വികാരം ഈ പറഞ്ഞ 85 അച്ഛൻ ആ വരാന്തയിൽ വെച്ച് കേൾക്കാനിടയായ വചനമാണ്. എന്താണ്? ഒരു പാപിയെ പാപത്തിന്റെ വഴിയിൽ നിന്ന് തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ആ വചനത്തിലൂടെ അച്ഛൻ്റെ ഉള്ളിൽ പതിഞ്ഞൊരു വികാരം, ഒരു ബോധ്യം, അച്ഛന്റെ ആത്മരക്ഷയ്ക്ക് അച്ഛൻ ഒരു മനുഷ്യനെ പാപത്തിൽ രക്ഷിക്കുന്ന ഒരു അനുഭവം മതിയാണ്. എങ്കിൽ അതിലും വലിയ കാര്യം എന്താ ഉള്ളത്? ഇനി ഇത് 2 ഉദാഹരണങ്ങൾ അച്ഛൻ പറഞ്ഞു. ഇത്തരത്തിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ, മണിക്കൂറുകൾ അത്തരത്തിൽ യാത്ര ചെയ്യാൻ. കാരണം അതിന് വലിയ കാര്യമില്ല. അതിൽ രക്ഷാകരമായ കാര്യം എന്താണുള്ളത്? ഒരു മനുഷ്യനെ രക്ഷിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യം. അത് വെറുതെ നമ്മളൊരു കിറ്റ് കൊടുക്കുന്നത് പോലെ, ഒരു ആശ്വസിപ്പിക്കുന്ന വാക്ക് പറയുന്ന പോലെ ഒന്നുമല്ല. പിന്നെന്താണ്? പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു എന്നാണ് ഫോർമുല. വൈദികൻ ചൊല്ലുന്ന ഫോർമുല. അച്ഛനത് പൗരോഹിത്യത്തിന് ആരംഭം മുതൽ അതൊരു വാക്ക് കൂട്ടിച്ചേർക്കാറുണ്ട്. നിന്റെ പാപങ്ങൾ എല്ലാം ഞാൻ മോചിക്കുന്നു. പലപ്പോഴും പലരും പാപമോചനം പ്രാപിക്കുന്നുണ്ടെങ്കിലും എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കാറില്ല. കാരണം എല്ലാ പാപങ്ങളും വളരെ ഏറ്റു പറയാറില്ല. മനസ്സിലായോ? കുമ്പസാരത്തെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താണ്? ചെയ്തു പോയ മാരകപാപങ്ങൾ എങ്കിലും വൈദികനെ അറിയിക്കുക എന്നാണ്. പറയുമ്പോൾ മാരകപാപങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം പറയും, എല്ലാം പറയും. പ്രാർത്ഥനയിൽ ഉറക്കം തൂങ്ങിപ്പോയി, അരിശം വന്നു, വിഷമം വന്നു, മറ്റൊരാളോട് പരിഭവം തോന്നി എന്ന് വരെ പറയും. പക്ഷേ ഏറ്റവും ഗൗരവതരമായ കാര്യങ്ങൾ മാത്രം പറയാൻ സാത്താൻ സമ്മതിക്കാത്ത അവസ്ഥയാണ്.
അച്ഛൻ പലപ്പോഴും കുമ്പസാരിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഒരു വാചകം പറയാറുണ്ട്, ഇനി എന്തെങ്കിലും കൂടി ഉണ്ടോ? ആ ഒരു വാക്കിലെല്ലാം ഉണ്ട്. ഈ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും കൂടി. അപ്പോഴാണ് തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന അച്ഛൻ കാണാൻ പറ്റുക. അത് 80 വയസ്സെത്തിയ ഒരാളായാലും 90 എത്തിയ ആളായാലും രോഗിലേപനം സ്വീകരിക്കുന്ന അവസ്ഥയായാലും അത്ഭുതങ്ങൾ അച്ഛൻ കാണാൻ കഴിയാതെ. ഇന്നലെ പോലും അച്ഛൻ അങ്ങനെ ഒരു 25 കിലോമീറ്റർ യാത്ര ചെയ്ത് 80 വയസ്സുള്ള ഒരു വൃദ്ധന്റെ മുമ്പിൽ നിന്ന മണിക്കൂർ മറക്കാൻ പറ്റാത്തത് അനുഗ്രഹത്തിന്റെ വലിയൊരു കൗലാശിക മണിക്കൂറായി മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തില് നമുക്ക് ദൈവം തരുന്ന വെളിച്ചം, നമ്മുടെ ഉള്ളിലെ എല്ലാ ഇരുട്ടും മാറാൻ. ശരി, വചനത്തോട് ബന്ധപ്പെടുത്തിയ പറയുക, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ. അത്തരത്തില് ഏറ്റവും രക്ഷാകരമായ രീതിയിൽ വചനം ജീവിക്കാനായിട്ട് പാലിക്കാനായിട്ട് വിളിക്കപ്പെട്ടത് പുരോഹിതനാണ്. കാരണം എന്താണ്? ഒരു പുരോഹിതന് മാത്രമാണ് ഈ പാപമോചനം നൽകാനുള്ള അധികാരം നൽകപ്പെട്ടത്. മറ്റുള്ളവർക്ക് കേൾക്കാനൊക്കെ പറ്റും, ആശ്വസിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയാം. എന്നാൽ അതിൽ നിന്ന് കർത്താവ് നൽകിയ അധികാരം ഉപയോഗിച്ച് മോചനം കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആനന്ദം. വീണ്ടും അച്ഛൻ ഇതിനു മുമ്പിരുന്ന ഇടവകയിലെ ഒരു മനുഷ്യനെ ഓർക്കുകയാണ്. കിഡ്നി പേഷ്യന്റ് ആണ് അദ്ദേഹം. 2 വർഷമായിട്ട് ആഴ്ചയിലെ 2 പ്രാവശ്യം ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം മടുത്തു. നമ്മള് ജോലി ചെയ്ത് മടുത്തു എന്ന് പറയുന്ന പോലെ അല്ലെ, ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പറഞ്ഞാൽ അവർ അനുഭവിക്കുന്ന വിഷമത വല്ലാത്തതാണ്. അവർ മടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഡയാലിസിന് പോകുന്നില്ല, ആയുർവേദത്തിന് പോകുന്നുള്ളൂ എന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വലിയ വിഷമമായി. ഈ ഭാര്യയും ഭർത്താവും മാത്രമുള്ള വീട്ടില്, മക്കളെ കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ, അച്ഛാ, അച്ഛന് വചന ക്ലാസ്സിലേക്ക് എല്ലാ ദിവസവും വരുന്നതാണ് ഈ സ്ത്രീ. അച്ഛാ, എന്റെ ചേട്ടൻ ഇങ്ങനെയാ പറഞ്ഞ, അച്ഛൻ വന്ന് ഒന്ന് സമ്മതിപ്പിക്കാത്ത ഡയാലിസിസിന് പോകണമെന്ന്. അങ്ങനെ അച്ഛൻ ആ വീട്ടിൽ ചെന്നു. ചേട്ടാ, ഡയാലിസിസ് ചെയ്യാതിരുന്നാൽ എങ്ങനെയാ? ഇല്ല അച്ഛൻ, നമ്മുടെ പരമ്പരാഗത രീതി ആയുർവേദം അല്ലെന്നെല്ലാം പറഞ്ഞ അദ്ദേഹം വാദിക്കുകയാണ്. എന്തായാലും ചില വളരെ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ, പാപമോചനത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ കിഡ്നി രോഗികളെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച അനുഭവങ്ങളൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ളത് അച്ഛൻ അദ്ദേഹവുമായിട്ട് പങ്കുവച്ചു. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ, അച്ഛൻ വേണമെങ്കിൽ ഇപ്പൊ കുമ്പസാരിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, പെങ്ങള് പറയണ്ട, പെങ്ങള് നിർബന്ധിക്കണ്ട, ചേട്ടന് താല്പര്യം തോന്നുന്നു പറഞ്ഞാൽ മതി. അപ്പൊ അത് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ വൈകുന്നേരം വരാം. അടുത്ത വീട്ടിൽ ചെന്നിരിക്കുകയാണ് അച്ഛൻ. വേണമെങ്കിൽ അച്ഛൻ വൈകുന്നേരം വരാം, ഞാൻ നോക്കട്ടെ അച്ഛാന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു. കാരണം എന്താ? യാക്കോബ് 5:19-20 ഒരു വ്യക്തിയെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചാൽ അത് മതി അച്ഛന് നിത്യസൗഭാഗ്യം കിട്ടാൻ. അച്ഛന്റെ ആവശ്യമാണ്. ഇത്രയും രക്ഷാകര കാര്യം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നതിന് ചിന്തിക്കാൻ പറ്റുമോ? ആവക്കോൾബെ ഒരു മനുഷ്യന് വേണ്ടി മരിച്ചു. അദ്ദേഹം വിശുദ്ധനായി അംഗീകരിക്കപ്പെടുന്നു. ഗയോണിശക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി മരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് മരിക്കുകയൊന്നും വേണ്ട. ഒരാളുടെ പാപത്തിൽ നിന്ന് മോചനം കൊടുത്താൽ അതിലൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചാണ് ഈ വചനം പറഞ്ഞു തരിക. അത് കർത്താവ് 85 ലക്ഷത്തിനുള്ളിൽ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു, ചേട്ടാ, എന്നിട്ട് എങ്ങനെ ഇരിക്കുന്നു? അപ്പോ ചേട്ടനെ ഇല്ല, ആള് ആയുർവേദത്തിൽ പോയി കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞ അച്ഛാ അവിടെ ഇല്ല, ചേട്ടൻ പോയേക്കാണ് അച്ഛാന്ന് പറഞ്ഞു. പിറ്റേന്ന് അദ്ദേഹം ഡയാലിസിസിന് ചെന്നു. എന്തായാലും അപ്പോൾ ഈ ആയുർവേദം കഴിച്ചു കഴിഞ്ഞിട്ട് ശരീരത്തിന് ജലാംശം വർദ്ധിച്ചു. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി, വിറയലായി ഡയാലിസിസ് ചെന്നപ്പോൾ. എന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ വലിയ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആകെ പ്രശ്നമായി. അങ്ങനെ രാത്രി വരെ അവിടെയായിരുന്നു. രാത്രി സന്ധ്യ ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി.
അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു, അച്ഛാ ചേട്ടൻ വീട്ടിൽ വന്നത് വലിയ വിഷമായ അച്ഛാ, ചേട്ടൻ പറയുന്നത് കുമ്പസാരിക്കണം എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങളെ ഞാനവിടെ ഇല്ലല്ലോ, ഞാൻ 25 കിലോമീറ്റർ അകലെയാ, ഞാൻ വരുമ്പോൾ വൈകും, എന്നാലും കുഴപ്പമില്ല വരുമ്പോൾ വന്നതാ. ഞാൻ പറഞ്ഞു, അയ്യോ വലുപ്പം വൈകുമല്ലോ, എന്നാലും ഞാൻ എത്താം. രാത്രി 10 മണിക്കാണ് അച്ഛൻ പള്ളിയിലെത്തിയത്. 10 മണിക്ക് ഞാനിപ്പോൾ വരികയാണ്. അപ്പോൾ ഈ പെങ്ങൾ പറഞ്ഞ അച്ഛാ ജോലിയില്ലാതെ കൂടി കൊടുക്കണം, കാരണം അത്ര വിഷമുള്ളൊരവസ്ഥയാണ്. എന്തായാലും ഞാൻ കപ്പ്യാരെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൻ വന്നു. വേഗം ഞാൻ ഉടനെ തന്നെ അവിടേക്ക് വീട്ടിലേക്ക് ചെന്നു. വിശുദ്ധ കുർബാനയും കൊണ്ട് ചെന്നത്, കുമ്പസാരിപ്പിച്ചു, വിശുദ്ധ കുർബാന കൊടുത്തു, രോഗീലേപനം കൊടുത്തു. പിറ്റേ ദിവസം കാലത്ത് വചന ക്ലാസ്സിന് മുമ്പ് ഞാൻ എന്നെ അങ്ങോട്ട് വിളിച്ചു, അനുസരിക്ക് ഫോണിൽ വിളിച്ചു, എങ്ങനെ ഇരിക്കുന്നു അച്ഛാ, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് ചേട്ടൻ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാണ് അച്ഛനൊന്നും ചെയ്തില്ല. അച്ഛൻ പാപമോചനം നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധങ്ങളെ, അതിലെ പോരായ്മകളെ പരിഹരിച്ചാൽ പിന്നെ അതിനാൽ തന്നെ സമാധാനമാണ് ഏതൊരു മനുഷ്യനും. ഉറങ്ങാൻ പറ്റാത്ത, ഉറക്കം കിട്ടാത്ത ഏറെ മനുഷ്യര് സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സ്വസ്ഥമായി ഉറങ്ങാൻ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇത്രയും കാലത്ത് എനിക്ക് ഇഷ്ടംപോലെ പേരെ സഹായിക്കാൻ പറ്റും. അതിന്റെ കാര്യം അടിസ്ഥാനത്തിലേ ഉള്ളൂ, ദൈവത്തോടും മനുഷ്യരോടും ഉള്ള ബന്ധങ്ങളിലെ പോരാ. അതാണ് പാപം, അവനവനോട് തന്നെയുള്ള ബന്ധത്തിൽ. അത് പരിഹരിക്കപ്പെട്ടാൽ പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. പലരുടെയും ഉറക്കം നഷ്ടപ്പെടുന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖവും ഭാരവുമൊക്കെയാണ്. ഇനി വചനത്തിലേക്ക് തിരിച്ചു വരിക. നീയും അവനും മാത്രമായിരിക്കവേ അവന്റെ തെറ്റവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിന് വിജയിച്ചാൽ നീ അവനെ നേടി. ഇതിന്റെ പവിത്രതയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന എന്താണ്? പാപമോചനം അതൊരു വിശുദ്ധ വേദിയാണ്. അവിടെ കേൾക്കുന്ന കാര്യം ആരോടും പറയാൻ പാടില്ല. ഇതേക്കുറിച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അച്ഛനെ പഠിപ്പിച്ചത് ഓർക്കുകയാണ്. അത് 1995 ഈ വർഷങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരും. 95 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്. അവളോട് അവരുടെ അവസ്ഥകൾ കേട്ട വർഷത്തിൽ വിഷമം തോന്നി. കൊച്ചുകുട്ടികൾ പോലും ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന അനുഭവങ്ങൾ വല്ലാത്തതാണ്. ഞാൻ പറഞ്ഞു, മോളുടെ അവസ്ഥ മോളുടെ അമ്മയോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ? അമ്മച്ചി ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ വിഷമമുണ്ടെന്ന്. അമ്മയോടെ പറയില്ല അച്ഛാ. അതെന്താ? അമ്മയോട് പറഞ്ഞു, അമ്മയോട് തല്ലിക്കൊല്ലും. ഈ കൊച്ചു പറയാം. അതികുർബാന സ്വീകരിക്കുന്ന അവസ്ഥകൾ കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. കൊച്ചു പറയാം, ഇത് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മേനെ തല്ലിക്കൊല്ലും. അപ്പോൾ അച്ഛനോട് പറഞ്ഞതോ, അച്ഛനോട് എനിക്ക് പറയാം. കൊച്ചു പറയാം, അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അച്ഛനോട് എനിക്ക് പറയാം, അച്ഛൻ ആരോടും പറയില്ല. ആ കുട്ടി വൈദികനായതിൽ അർപ്പിച്ച വിശ്വാസം കണ്ട് ഞാൻ അമ്പരന്ന് തോന്നി. ഈശോ പറയുന്നില്ല, നിന്റെ സഹോദരൻ തെറ്റിച്ചാൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് അവനെ തെറ്റെന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളു. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുന്ന പുരോഹിതൻ സഭയ്ക്ക് പുറത്താണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പൗരോഹിത്യം ഉപേക്ഷിച്ചു പോകുന്ന പുരോഹിതരുണ്ട്. അവരും കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താറില്ല. കാരണം അവർക്ക് ബോധ്യമില്ല, ഒരിക്കലും പാടില്ല. അപ്പോൾ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് തെറ്റവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതിന്റെ ഒരു വലിയ മാനത്തെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം, ഈ അനുഗ്രഹം, അതിലൂടെ ലഭിക്കുന്ന രക്ഷ, ഇത് നൽകപ്പെടുന്ന അവസ്ഥ, അതേക്കുറിച്ച് അച്ഛനെ ഈ വചനം വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്ന ചിന്തകൾ അച്ഛൻ വളരെ തുറന്നു പങ്കുവെച്ചു മാത്രമേ ഉള്ളൂ. ഈ നോമ്പുകാലം നമുക്ക് കർത്താവ് അനുഗ്രഹമായിട്ട് നൽകിയിരിക്കുന്നത് വളരെ പ്രത്യേകമായി ദൈവത്തോടും മനുഷ്യരോടും നമ്മോട് തന്നെയുമുള്ള ഈ ബന്ധത്തിന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ച് നമ്മുടെ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണ മോചനവും സൗഖ്യവും ലഭിക്കാനാണ്. ഇതിന് വളരെയേറെ ദൈവകൃപ ആവശ്യമാണ്. ഇത് ബുദ്ധിയുടെ തലത്തിലുള്ള ഒന്നല്ല.
മനഃശാസ്ത്രപരമായ സമീപനമല്ല, അതിലൊക്കെ അഗാധമായ ആത്മീയമായ വലിയൊരു അനുഭവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമുക്ക് സമ്പൂർണ്ണ സൗഖ്യം തരുന്ന അനുഭവമാണ്. നമുക്ക് തന്നെ ബോധ്യം തരുന്ന അനുഭവമാണ്. ഇന്നലെ അച്ഛൻ സൂചിപ്പിച്ചല്ലോ, ദാവീദ് രാജാവിന്റെ അടുത്ത് നാഥാൻ പ്രവാചകൻ ചെന്ന് പറയുന്നുണ്ട്. കഥ പറഞ്ഞു കൊടുത്തു, മനസ്സിലായില്ല. അപ്പോഴാണ് നീയാണ് ആ മനുഷ്യൻ, വേറെ ആരും അവിടെ ഇല്ല. യോഹന്നാൻ 8:1-12 ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറയുന്ന കർത്താവ് ചെയ്യുന്ന എന്താ? ആളുകളൊക്കെ അവളുടെ ചുറ്റുമുണ്ട്, അവൾ ആക്രോശിക്കുന്നു, അവളെ കൊല്ലണം. ഈശോ അവരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു വാക്ക് പറയുന്ന പോലും ചോദിക്കുന്നില്ല. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴും വചനത്തിൽ പറയുന്നതാണ്, ആ യേശുവും ആ സ്ത്രീയും നടുവിൽ നിന്നിരുന്ന സ്ത്രീയും മാത്രം അവശേഷിച്ചു. അപ്പോഴാണ് യേശു അവളെ വിളിക്കുന്നത് സ്ത്രീയെ. ആ ഒറ്റ വാക്ക് മതി ഈശോയുടെ ദൈവികതയുടെ പൂർണ്ണത മനസ്സിലാക്കാൻ എന്ന് പറയും. കാൽവരിയില് കുരിശിൻ ചുവട്ടിൽ നിന്ന് തന്റെ അമ്മയെ വിളിച്ച, അമലോത്ഭവയായ മറിയത്തെ വിളിച്ച അതേ വാക്ക് ഇവളെ അഭിസംബോധന ചെയ്യാൻ വിളിക്കുന്ന യേശുവിന്റെ ആ വാക്കിന്റെ വ്യാപ്തി, മഹത്വം, അതെ അവളുടെ ഹൃദയത്തില് വല്ലാതെ നിറയുകയാണ്. അവൾ പുതിയ വ്യക്തിയായി. യോഹന്നാൻ 3 നിക്കദേമൂസിൽ വന്നതിനേക്കാളും വലിയ മാറ്റം അവളിൽ സംഭവിക്കുകയാണ്. നിക്കദേമൂസ് പോലും ഈശോയുടെ മരണശേഷമേ ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ ചെന്നുള്ളൂ. പക്ഷെ ഇവള് ആ പീഡാസഹനത്തിൽ പത്രോസിന് പോലും പറ്റാത്ത രീതിയിൽ യേശുവിന്റെ പീഡാസഹനത്തിന്റെ രക്ഷാകര മണിക്കൂറിൽ അവിടെ ഉണ്ടാകാനായിട്ടും പരിശുദ്ധ അമ്മ പോലും കടന്നു ചെല്ലാത്ത ആ കല്ലറ തേടി ഈശോയുടെ മരണശേഷം കല്ലറ തേടി ചെല്ലാൻ പോലും അത്രയേറെ അവളെ വളർത്തിയത് ഈ ഒറ്റ വാക്ക, സ്ത്രീയെ ഞാനിതിനെ വിധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ വിധിക്കാത്തൊരു ദൈവം, നമ്മെ വിധിക്കാത്ത ഏക വ്യക്തി ലോകത്തില് ദൈവം മാത്രമാണ്. നമ്മുടെ അമ്മയ്ക്ക് പോലും ചിലപ്പോൾ നമ്മുടെ പോരായ്മകൾ കാണുമ്പോൾ വല്ലാതെ വിഷമം വരും. നമ്മളെ ആ വേദനയോടെ നോക്കാം, കുറ്റപ്പെടുത്താം. പക്ഷെ തമ്പുരാൻ മാത്രം, പൗരോഹിത്യത്തിന് കർത്താവ് നൽകിയിരിക്കുന്ന വലിയ കൃപ എന്ന് പറയുന്നത്, എത്ര വലിയ മഹാപാപം പറഞ്ഞാലും അവരോട് ഒരു നിമിഷം പോലും അതിന്റെ പേരിൽ വിഷമമോ ആ വിഷമത്തോട് ഒരു നോട്ടം പോലുമോ ഉണ്ടാകാതെ അവരെ ഏറെ ബഹുമാനത്തോടെ, അച്ഛൻ പറയാൻ പറ്റും, അച്ഛന്റെ അമ്മയെ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അച്ഛൻ ബഹുമാനിക്കുന്നത് അച്ഛന്റെ അടുത്ത് പാപമോചനത്തിന് അണയുന്ന വ്യക്തിയാണ്. വലിയ രക്ഷാകര രഹസ്യമാണ്. അപ്പോൾ അതെ, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ അവന്റെ തെറ്റൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, അങ്ങനെ ഒരാളെ രക്ഷിക്കുന്നതിലൂടെ അച്ഛന് തന്നെ രക്ഷ ലഭിക്കുന്ന വലിയൊരു രഹസ്യമാണിത് എന്നുകൂടി കർത്താവ് ബോധ്യപ്പെടുത്തിയ നിമിഷം. അതുകൊണ്ടാണ് അച്ഛൻ ആരംഭിച്ച് സൂചിപ്പിച്ചത്. ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകളെ ഏറ്റവും വ്യക്തതയോടെ അങ്ങ് കുർബാനയിലെ ഓരോ പ്രാർത്ഥനയിലൂടെയും കുർബാനയിലെ ഓരോ വാക്കിലൂടെയും, ഉദാഹരണമായിട്ട് അന്ന് പെസഹ തിരുനാളിൽ ഒറ്റ വാക്കുമതി ഈ കാര്യം മുഴുവൻ മനസ്സിലാക്കാം. അന്ന് ആ പെസഹ തിരുനാളിൽ കർത്താവ് ചെയ്ത കാര്യം ഇന്ന് ഈ പെസഹ തിരുനാളിൽ പെസഹ ബലിയാക്കുമ്പോൾ നമുക്ക് അനുഭവമേറ്റുമാതിന്റെ ഈ വെളിച്ചൊരു നിമിഷം മനസ്സിൽ പതിഞ്ഞാല് പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ടേ ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ കർത്താവെ, ആ വലിയ അനുഗ്രഹം നമുക്ക് തരണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് സിസ്റ്റർ ഗബ്രീനിയെ കൊണ്ടുവരികയാണ്. സിസ്റ്ററിന്റെ 90ാം ജന്മദിനമാണ്. എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. ചെന്ന സംഗീതത്തിൽ കുർബാനയ്ക്കുമ്പോൾ ചെന്നപ്പോൾ പെട്ടെന്ന് ഓർത്തൊരു കാര്യം, പരിശുദ്ധ അമ്മ ഒരുപക്ഷെ വളരെയേറെ പ്രാർത്ഥിച്ചിരിക്കാമായിരിക്കുന്നത് തന്റെ ഇളയമായ എലീശ്വാമിയെ കുറിച്ചായിരുന്നു. ചിന്തിച്ചു പോയൊരു കാര്യമാണ്. സക്കരയായും എലീശ്വായും തമ്മിൽ മക്കളൊന്നുമില്ല, കുടുംബത്തിൽ വല്ലാത്ത അസ്വസ്ഥതയും പ്രശ്നമൊക്കെയാണ്. ആ അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ എന്റെ ഇളയമേളെയൊക്കെ അച്ഛനൊക്കെയാണ്, പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് വല്ലാതെ വേദനിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന പൂവണിഞ്ഞതായിട്ട് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നത് കേട്ടിട്ട് ആ സന്തോഷം കൊണ്ടാണ് ഉടനെ തന്നെ ഐങ്കര്യങ്ങളിലേക്ക് പോയത്. അങ്ങനെ ഒരു അനുഗ്രഹീത ജന്മം, അതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ എന്താണ്? ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ ആ കുഞ്ഞ് തയ്യാറാകുന്ന രക്തസാക്ഷിയാകുന്ന നമുക്കറിയാം. വിശ്വാസ തലങ്ങളില്, ആത്മീയ ജീവിതത്തിലും
ഇതുപോലെ ഏറെ സമർപ്പിതരുടെ ബലിജീവിതങ്ങളാണ് ഏറെ കുടുംബങ്ങളിൽ നിന്നും വെളിച്ചമായും അനുഗ്രഹമായി പോയാടിയിരിക്കുന്നത്. അതൊക്കെ ഇത് ചവിട്ടി തേക്കപ്പെടുന്ന രീതിയിൽ സമൂഹത്തെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ മഹത്വം അത് കൂടുതൽ പ്രഭയോടെ ഇന്ന് കാണാൻ പറ്റുകയാണ്. അത്തരത്തിലുള്ള ഒരാളായിട്ടാണ് അച്ഛൻ സിസ്റ്റർ ഗബ്രിയേലിനെ കാണുക. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മധ്യേ നീ മോചനമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീരാ ഒരുമയോടി ബലി അർപ്പിക്കാം. Kata
ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. Bye.
സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആരംഭം മുതൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കൽപ്പന തന്നെ. ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രമിച്ച വചനം തന്നെയാണ്. വീണ്ടും ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് എഴുതുന്നു. അത് അവനിലും നിങ്ങളിലും യാഥാർത്ഥ്യമായതാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, സത്യമായ വെളിച്ചം പ്രകാശിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ചയുണ്ടാകുന്നില്ല. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകൾ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെ തിരുവചനങ്ങൾ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും.
ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരന്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവായ്പ വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. വരുവിൻ, നമുക്ക് കർത്താവിനെ വാഴ്ത്താം. അനുതാപത്തിന്റെ കണ്ണുനീരാൽ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയാം. അനുദപിക്കുന്ന ഹൃദയത്തെയും എളിമയുള്ള ആത്മാവിനെയും ദൈവം നിരസിക്കുകയില്ല. ആകയാൽ സ്നേഹാദരങ്ങളോട് നമുക്ക് അവിടുത്തെ സമീപിക്കുകയും നമ്മെ തന്നെ ബലിവസ്തുവായി സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങേ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ എന്റെ പിതാവെ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഭാവിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ യാചകനമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി.
അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഉച്ചിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുമെന്ന്. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംഹരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും, ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിന്, ഈ ഇടവക മുഴുവനും വേണ്ടി, ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവനനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണം. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും
എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അന്ന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ
ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും ജീവൻ നൽകട്ടെ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സകലത്തിന്റെയും നാഥ, അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് ഞങ്ങളിൽ അങ്ങയുടെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദപൂർവ്വം അങ്ങയെ എതിരേൽക്കുകയും അങ്ങേ അഭീഷ്ടം നിറവേറ്റുന്ന സകല വിശുദ്ധരോടും ഒന്നിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ, ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ, കർത്താവായ ഈശോയെ,